ഓക്കെ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് ട്രേഡിംഗ്, അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ട്രേഡിംഗ് പഠിക്കാം എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് വരാം. സോ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ. സോ എന്താണ് ട്രേഡിംഗ്? ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറൻസി ബേസ്, അതായത് യൂറോ USD, യൂറോ INR, GBP USD, ഇങ്ങനെ കറൻസികൾ, അതേപോലെ തന്നെ സ്റ്റോക്ക് ആയിട്ടുള്ള ടെസ്ല, ആപ്പിള്, മൈക്രോസോഫ്റ്റ്, ഇപ്പോൾ നമ്മളെ ഇന്ത്യൻ ബ്രോക്കർക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി, അതേപോലെ തന്നെ എന്താ പറയുക, റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, അങ്ങനത്തെ കുറേ സ്റ്റോക്ക് ഒക്കെ ഉള്ള ഒരു സംഭവമാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ട്രേഡിങ്ങിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ക്രിപ്റ്റോ കറൻസീസ് ട്രേഡിംഗ്, അതേപോലെ തന്നെ ഫോറക്സ് ട്രേഡിംഗ്, അതേപോലെ തന്നെ സ്റ്റോക്ക് ട്രേഡിംഗ്. ഈ സ്റ്റോക്ക് ട്രേഡിങ്ങിൽ പെടുന്നതാണ് ഈ റിലയൻസ്, ബാങ്ക് നിഫ്റ്റി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ഈ കമ്പനീസിൻ്റെ അത്. ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ പെടുന്നതാണ് ഈ കറൻസി പേയേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞുള്ള പോലെ തന്നെ യൂറോ USD, അതേപോലെ തന്നെ GBP USD, അതേപോലെ തന്നെ USD JPY, ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ഫോറക്സ് കറൻസീസ്. അതേപോലെ തന്നെ ക്രിപ്റ്റോയിൽ വരുന്നതാണ്, ക്രിപ്റ്റോയിൽ ഒരേ മേജർ കറൻസി ഉള്ളൂ, അത് BTC USD ആണ്. BTC USDT ഉണ്ട്. നമുക്ക് കുറേ ഫ്യൂച്ചർ, അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും BTCയിൽ നമുക്ക് കുറേ കോയിൻസ് ഉണ്ട്. അത് എല്ലാത്തിനും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോയിൻസ് ഉണ്ട്: BTC USD, അതേപോലെ തന്നെ എതേറിയം, ഡോജ് കോയിൻ, അങ്ങനത്തെ കുറച്ച് കോയിൻസ് ആണ് നമുക്ക് മേജർ ആയിട്ടുള്ളത്. ഡോജ് കോയിൻ ഒന്നും മേജർ അല്ല. നമുക്ക് മേജർ ആയിട്ടുള്ളതെന്ന് പറയുന്നത് BTCയും എതേറിയം മാത്രമേ ഉള്ളൂ. അതിലാണ് ഒന്നുകൂടി വോൾട്ടാലിറ്റി, അതേപോലെ തന്നെ മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ രണ്ട് കോയിൻസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. സോ ഇതിൽ നിങ്ങൾക്ക് ഫോറക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ടാക്സും സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ സ്റ്റോക്കിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെന്റിന്റെ ടാക്സും സംഭവങ്ങൾ ഉണ്ടാവും. ക്രിപ്റ്റോ എടുക്കുകയാണെങ്കിൽ അതിലും ടാക്സ് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾ ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഗവൺമെന്റിന് കൊടുക്കണം, ബ്രോക്കറിന് കൊടുക്കണം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ട്രേഡിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ എമൗണ്ടേ നമ്മൾ ബ്രോക്കർ പിടിക്കുള്ളൂ. ഓക്കെ. ഈ ബ്രോക്കർ പിടിച്ചിട്ട് ബാക്കി കിട്ടുന്ന ഫുൾ എമൗണ്ട് നമുക്ക് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഫോറക്സ് കറൻസിയിൽ നമുക്ക് പൈസ ഇല്ല, ചെറിയ പൈസ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പല കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 ലക്ഷം രൂപയുടെ അക്കൗണ്ടിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇനിയിപ്പോൾ ഒരു 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 8 ലക്ഷം, അല്ലെങ്കിൽ 10 ലക്ഷം, 8 ലക്ഷം, 9 ലക്ഷം രൂപയുടെ അക്കൗണ്ടിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനത്തെ കുറേ സംവിധാനം ഫോറക്സിലുണ്ട്. പക്ഷേ ഫോറക്സ് നമ്മളെ ഇന്ത്യയിൽ വല്ലാതെ ലീഗലാണോ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ഞാൻ ഫേക്ക് ആയിട്ടുള്ളൊന്നും കൊടുക്കുന്നില്ല. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ചിലപ്പോൾ വലിയ പ്രശ്നമായിട്ട് മാറും. സോ അതുകൊണ്ട് എനിക്ക് അറിയില്ല. നമ്മൾ ഇന്ത്യയിൽ ഗവൺമെൻറ്റും സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ തന്നെയാണ് കൂടുതലും പറയുന്നത്. ബട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫോറക്സ് മാർക്കറ്റാണ് പ്രിഫർ ചെയ്യുക. നമുക്ക് XNS എന്നുള്ള, നിങ്ങളിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ XNSൻ്റെ ബ്രോക്കർ എടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രേഡ് ചെയ്യാം. ഓക്കെ. ഇനിയിപ്പോൾ ട്രേഡിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും. ഓക്കെ. അതിനെക്കുറിച്ച് നിങ്ങളൊന്നും പേടിക്കണ്ട. നമ്മൾ ഓരോ കാര്യവും വിശദീകരിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഫ്രീ ആയിട്ട്. നമ്മൾ ഫ്രീ ആയിട്ട് ഒരു കോഴ്സ് പോലെയാണ് ഈ ഒരു ചാനലിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എങ്ങനെ ട്രേഡിംഗ് പഠിക്കാം, എന്ത് വെച്ചിട്ട് നമുക്ക് പഠിക്കാം, അത് ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എന്തായാലും പറയും. ഓക്കെ. നമുക്ക് ട്രേഡിങ് പല രീതിയിൽ പഠിക്കാം. ഓക്കെ. നമുക്ക് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് വേണം, പ്രോപ്പർ ചാർട്ട് അനലൈസ് വേണം, അതേപോലെ തന്നെ സ്ട്രാറ്റജീസും കാര്യങ്ങളും കുറേ ഉണ്ട്. ഞാൻ എൻ്റെ സ്ട്രാറ്റജീസ് എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ. അതേപോലെ തന്നെ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്, മെയിനായിട്ടുള്ള ട്രേഡിങ്ങിൽ തന്നെ മെയിനായിട്ടുള്ള സംഭവമാണ് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അറിയുന്ന ട്രേഡറാണ്, അതേപോലെ തന്നെ എക്സ്പീരിയൻസ് ട്രേഡർ ആണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് റിസ്ക് മാനേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. നിങ്ങൾ പ്രോഫിറ്റബിൾ ഒരു കാലത്തും ആവില്ല. പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റിൽ എല്ലാ ട്രേഡേഴ്സും കീപ്പ് ചെയ്യുന്നതാണ് 1% റൂൾ. ഈ 1% റൂൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യണം. പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക്
എന്താ പറയാൻ പറ്റുള്ളൂ, ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രേഡിംഗ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ട്രേഡിങ്ങിലെ കറൻസീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, ട്രേഡിങ്ങിലെ പേയേഴ്സ് എന്തൊക്കെയാണ്, സ്റ്റോക്ക് എന്താവും, ക്രിപ്റ്റോ കറൻസി എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ എന്തായാലും ട്രേഡിങ്ങിനെ കുറിച്ചുള്ള വേറെ സംഭവമായിട്ട് വരും. അതുവരേക്കും